വിവാഹവേദിയിലേക്കുള്ള യാത്രക്കിടെ വഴിയിൽ കുടുങ്ങി വരൻ ടെൻഷനായി. കല്യാണം മുടങ്ങുമോ എന്ന് പേടിച്ചു. പക്ഷെ രക്ഷകരായി CRPF എത്തി. പറഞ്ഞു വരുന്നത് കാശ്മീരിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. കനത്ത മഞ്ഞുവീഴ്ചയാണല്ലോ അവിടെ ഉള്ളത്, ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മഞ്ഞുവീഴ്ചയാണ് അവിടെ വില്ലനായത്. അശ്വജിത്ത് ചേരുന്നു. ഒപ്പം ഗുഡ് മോർണിംഗ് അശ്വജിത്ത്. നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ ഈ കുറച്ച് നാൾ മുമ്പ് കണ്ണൂരോ മറ്റോ ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ പോയി ആകെ പ്രശ്നമുണ്ടാക്കി മാർഗതടസ്സം സൃഷ്ടിച്ച് വരൻ്റെ കല്യാണ ദിവസത്തെക്കുറിച്ചൊക്കെ വാർത്തയായിരുന്നു. പിന്നീട് അറസ്റ്റും പ്രശ്നങ്ങളും പരാതിയും എല്ലാം ഉണ്ടായി. അപ്പോൾ അന്ന് നാട്ടുകാരുടെ ഗതാഗതമാണ് വരൻ്റെ ഘോഷയാത്ര തടസ്സപ്പെടുത്തിയതെങ്കിൽ ഇപ്പോൾ ഇതാ കാശ്മീരിൽ വരൻ്റെ തന്നെ പോക്ക് മുടങ്ങിയ ഒരു അവസ്ഥയായിരുന്നു അല്ലേ? ഏതായാലും കല്യാണം ഗംഭീരമായിട്ട് നടന്നു കാണുമല്ലോ അല്ലേ? മോത്തി, ഗുഡ് മോർണിംഗ്. കല്യാണം നടന്നു എന്നുള്ളതാണ് ആശ്വാസം. ഏതായാലും മോത്തി പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞതുപോലെ പോലീസ് ഈ വഴിമുടക്കുന്ന വരനെ പിടിച്ചകത്താക്കുകയാണെങ്കിൽ നേരെ ഇവിടെ തിരിച്ചാണ്. വഴിമുടങ്ങി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന വരനെ സഹായിച്ച് വധുവിൻ്റെ വീട്ടിലെത്തിച്ച് കല്യാണം നടത്തി എന്നുള്ളതാണ് അവിടെ കാശ്മീരിൽ നിന്ന് വരുന്ന വാർത്ത. ഇത് ഒരു കൗതുകം തന്നൊരു വാർത്ത തന്നെയാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ പോലീസ് അല്ലെങ്കിൽ ഇത്തരം സുരക്ഷാ വിഭാഗങ്ങളൊക്കെ ഒരു പരുഷമായി ഇടപെടുന്ന അല്ലെങ്കിൽ ഈ തരത്തിൽ ജനങ്ങൾക്കൊരു ഭയത്തോടെയൊക്കെ കാണുന്ന ഒരു പൊതുചിത്രം ഉണ്ടല്ലോ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഈ CRPF ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും വരനോട് വളരെ സമാധാനിപ്പിക്കുകയും വരനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന വരനെ സമാധാനിപ്പിക്കുകയും ഞങ്ങൾ സഹായിക്കാമെന്ന് പറയുകയും അങ്ങനെ അവരുടെ വാഹനത്തിൽ ഈ അവർക്ക് കുറച്ചുകൂടി ഒരു കവചിത വാഹനം അല്ലെങ്കിൽ ഈ മഞ്ഞൊക്കെ വകഞ്ഞു പോകാൻ കഴിയുന്ന വാഹനമാണല്ലോ. അപ്പോൾ അതിൽ വരനെയും വരൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കയറ്റി കൃത്യസമയത്ത് തന്നെ വധുവിൻ്റെ വീട്ടിലെത്തുകയും ആ കല്യാണം ഒരർത്ഥത്തിൽ മനോഹരമായി നടത്തിക്കൊടുക്കുകയും ചെയ്തു. അതായത് ആ കാശ്മീരിൽ നിന്നുള്ള ആ കാഴ്ചകളും ഈ വാർത്തയും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞ കയ്യടിയാണ്. ആ CRPF ഉദ്യോഗസ്ഥർക്ക് അഭിനന്ദനങ്ങൾ പ്രവാഹമാണ്. ഏതായാലും നല്ല കാര്യം അല്ലേ ഒത്തി? തീർച്ചയായിട്ടും നല്ല കാര്യം. മാത്രമല്ല അശ്വജിത്തെ, ഇത് എന്തുകൊണ്ടും കൗതുകരമായ വാർത്തയാണെന്ന് അശ്വജിത്ത് പറഞ്ഞതിൽ മറ്റൊന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഒന്ന്, ഓരോ നാടും ഓരോ പ്രത്യേകതയുള്ളതാണ്. ഇപ്പോൾ കാശ്മീർ എന്ന് പറയുന്ന പ്രത്യേകതയുള്ള ഒരു നാട്ടിൽ CRPF ജവാന്മാർക്കൊക്കെ ഇത്തരത്തിലുള്ള ഇടപെടൽ കൂടി നടത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും CRPF ജവാന്മാർ ഒരു പക്ഷേ കാശ്മീരിലൊക്കെ നമ്മൾ പൂർണ്ണമായും ഒരു സുരക്ഷയുടെയൊക്കെ ആ ഒരു കടുംപിടുത്തത്തോടു കൂടി അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഗൗരവത്തോട് നിൽക്കുന്ന കാഴ്ചയായിരിക്കാം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. പലപ്പോഴും നല്ല മിക്കപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്തരത്തിലൊരു ഒരു വരനെ സഹായിക്കുന്ന അല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ടുള്ള ഒരു കാഴ്ച കാണുമ്പോൾ അതിലൊരു സന്തോഷം കൂടിയുണ്ട് അല്ലേ? തീർച്ചയായിട്ടും.